ഹലോ, ഇന്ന് ഒരു നാടൻ കോഴി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നാടൻ കോഴി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമായ സാധനങ്ങൾ: സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ആവശ്യമാണ്, തക്കാളിക്ക് ആവശ്യമാണ്, ഇഞ്ചി ആവശ്യമാണ്, കറിവേപ്പില ആവശ്യമാണ്. കൂടാതെ ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികളും എടുത്തു വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി എന്നിവയാണ് ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് ചിക്കൻ എടുത്തു വെച്ചു. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കണം. ശേഷം കുറച്ച് വെള്ളം ഒഴിക്കാം. അടച്ചു വെച്ച് കുക്കറിൽ വേവിച്ചെടുക്കാം. ഇത് ഇവിടെ വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് പൊട്ടിക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് മുട്ടിക്കാം. ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒന്ന് കളറ് മാറുമ്പോഴത്തേന് സവാള ചേർത്ത് കൊടുക്കണം. സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റിയിടും. ഉപ്പ് ചേർത്ത് കൊടുത്തു. വഴണ്ട് വരട്ടെ. അടച്ചു വെച്ച് വേവിക്കാം. തക്കാളിക്ക കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ എല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക. ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ശേഷം ഒരു മൂടി വെച്ച് ഇതിനെ അടച്ച് വയ്ക്കാം. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കറി ചേർത്ത് കൊടുക്കാം. ചിക്കൻ കറി എല്ലാം തന്നെ ചേർത്ത് കൊടുത്തു. അപ്പോൾ കുറച്ച് വെള്ളം അധികമാണ്. അപ്പോൾ ഈ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം. ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇതിൻ്റെ വേഗം വെള്ളവും നമുക്ക് പാകത്തിനാണോ എന്ന് നോക്കണം. ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. സ്വാദിഷ്ടമായ നാടൻ കോഴിക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.